വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ലെക്ചറിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ ആദ്യം വളരെ സിമ്പിൾ പ്രോഗ്രാമിംഗ് പഠിച്ചു. സിമ്പിൾ പ്രോഗ്രാമിംഗ്, ഒരു ഇൻപുട്ട് ഉണ്ടാവും, പിന്നെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതൊരു സീക്വൻസ് ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുക. ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യപ്പെടും. പിന്നെ നമ്മൾ കണ്ടീഷണൽ എക്സിക്യൂഷൻ പഠിച്ചു. കണ്ടീഷണൽ എക്സിക്യൂഷനിൽ ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ഒരു കണ്ടീഷൻ നോക്കും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഐട്രേഷനാണ്, അതല്ലെങ്കിൽ അതിനെ ലൂപ്പ് എന്നും പറയും. അപ്പോൾ ഒരു കൂട്ടം ഇൻസ്ട്രക്ഷനുകൾ പല ആവർത്തി ഐട്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഐട്രേഷൻ അല്ലെങ്കിൽ ലൂപ്പ് എന്ന് പറയുന്നത്. രണ്ട് ലൂപ്പ് നമ്മൾ പഠിക്കും. ഒന്ന് ആദ്യം വൈൽ ലൂപ്പ് പഠിക്കും, പിന്നെ ഫോർ ലൂപ്പ് പഠിക്കും. വൈൽ ലൂപ്പ് ഞാനൊന്ന് പറയാം. വൈൽ ലൂപ്പിൽ ഇപ്പം ഇതാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഫുൾ ടൈപ്പ് ചെയ്തതിന് വരെ S1 എന്ന് എഴുതി. സാധാരണ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ സംഭവിക്കുന്ന ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് 1 ലൂപ്പൊന്നും ഇല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് 3 എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് 4, സ്റ്റേറ്റ്മെൻറ്റ് 5, സ്റ്റേറ്റ്മെൻറ്റ് 6, സ്റ്റേറ്റ്മെൻറ്റ് 7, സ്റ്റേറ്റ്മെൻറ്റ് 8, അങ്ങനെ തുടരെ എക്സിക്യൂട്ട് ചെയ്ത് പോകും. ഒരു ലൂപ്പ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ കണ്ടീഷൻ നോക്കും. ഈ കണ്ടീഷൻ നോക്കിയിട്ട് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ കൂട്ടം സ്റ്റേറ്റ്മെൻറ്റുകൾ വെച്ചാൽ നമ്മളല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് പറയും, ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണെങ്കിൽ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണെങ്കിൽ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണെങ്കിൽ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇനി കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഫോൾസ് ആണെങ്കിൽ ഈ ബ്ലോക്കിൽ നിന്ന് പുറത്തു വരും. ഒരു എക്സാമ്പിൾ ചെയ്താൽ വളരെ ക്ലിയർ ആവും. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്നുള്ളത് ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ആവട്ടെ. അപ്പോൾ ഇത് എന്തായാലും ഇത് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഐക്കൊരു വില കൊടുക്കുന്നു. ഐ എന്ന് പറഞ്ഞൊരു ഇൻറ്റിജറാണ്. ഐക്ക് ആദ്യം നമ്മൾ 0 എന്ന് കൊടുക്കുന്നു എന്നിരിക്കട്ടെ. വൈൽ ഐ ലെസ് ദാൻ 5. എന്നിട്ട് ഇവിടെ ഒരു കോളൻ ഉണ്ട്. പിന്നെ കുറച്ച് തള്ളിയിട്ടാണ് എഴുതാൻ, ഇൻഡൻറ്റ് ചെയ്തിട്ടാണ് എഴുതാൻ. പ്രിൻറ്റ് ഐ പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. അത് കഴിഞ്ഞ് ഇവിടെ എന്താണെങ്കിലും അത് അതേപടി വരും. പ്രിൻറ്റ് പ്രിൻറ്റ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ആദ്യം ഐ എത്രയാണ്? 0 ആണ്. എന്നിട്ട് എന്ത് സംഭവിക്കും? ഐ ലെസ് ദാൻ 5 ആണോ എന്ന് നോക്കും. ആ ബൂളിയൻ എക്സ്പ്രഷൻ അത് ട്രൂ ആണ്. 0 5നേക്കാളും കുറവാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഈ കൂട്ടം നമ്മുടെ S4, S5, S6 ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യപ്പെടും. പ്രിൻറ്റ് 0 വരും, പിന്നെ കുറേ എക്സ് വരും, പിന്നെ അടിയിലൊരു വര വരും. അപ്പോൾ എന്താ വരുന്നത് നമുക്ക് നോക്കാം. എന്താ വരിക? ഇത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുമ്പം ആദ്യം ഒരു കുറച്ച് എക്സ് വന്നു, 5 എക്സ് വന്നു, പിന്നെ 0 പ്രിൻ്റ് ചെയ്തു, പിന്നെ എന്ത് വരും? കുറേ എക്സ് വരും, പിന്നെ ഈ ലൈനും വരും. അത് കഴിഞ്ഞ് ഐ എത്രയായി? ഐ പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഐ ഇപ്പം 0 എന്നുള്ള 1 ആയി. 1 ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പിന്നെയും ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യപ്പെടും.
എന്ന് പറഞ്ഞാൽ 1 പ്രിൻ്റ് ചെയ്യപ്പെടും, പിന്നെ കുറേ എക്സ് പ്രിൻ്റ് ചെയ്യപ്പെടും, പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ പ്രിൻ്റുണ്ട് അത് പ്രിൻ്റ് ചെയ്യപ്പെടും, പിന്നെന്ത് ചെയ്തു, ഐ ഇപ്പം എത്രയായി, 2 ആയി, 2 5-നേക്കാളും കുറവാണ്, പിന്നെ ഇത് ആവർത്തിക്കപ്പെടും, പിന്നെ ഐ എത്രയാവും, 3 ആവും, ഐ 4 ആകും, ഐ 5 ആകും. ഐ 5 ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും, 5 ലെസ് ദാൻ 5 അല്ലല്ലോ, പുറത്ത് വരും, Z വരും. നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ഇവിടെ ഒരു കോമ ഇടണം. ഒന്നുകൂടെ റൺ ചെയ്യാം. എന്ത് സംഭവിച്ചു, ആദ്യം ഈ 5x പ്രിൻ്റ് ചെയ്തു, പിന്നെ 0 എന്ന് പ്രിൻ്റ് ചെയ്തു, പിന്നെ എന്ത് 10x പ്രിൻ്റ് ചെയ്തു, പിന്നെ ഇത് പ്രിൻ്റ് ചെയ്തു, പിന്നെ ഐ എന്തായി, i+1 ആയി. അപ്പോൾ ഐ ഇപ്പോൾ 1 ആയി, കുറേ എക്സ് പ്രിൻ്റ് ചെയ്തു, ഒരു വര പ്രിൻ്റ് ചെയ്തു, പിന്നെ ഐ എന്തായി, 2 ആയി, പിന്നെ ഐ 3 ആയി, ഐ 4 ആയി, പിന്നെ ഐ 5 ആയപ്പോൾ എന്തായി, ഈ ലൂപ്പിൽ നിന്ന് പുറത്തു വന്നു. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇതേപോലെ തന്നെ വൈല് വെച്ച് പലതും ചെയ്യാം. ഇപ്പോൾ വേറൊരു എക്സാമ്പിളൂടെ നമുക്ക് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് എന്ത് സംഭവിക്കും, ആദ്യം ഐ എത്രയാണ്, 0. പിന്നെ ഈ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും, ഈ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് 0യും 0യും പ്രിൻ്റ് ചെയ്യും. പിന്നെ എന്ത് സംഭവിക്കും, ഒരു വര വരും, നമുക്കത് എഴുതാം. എപ്പോഴും നിങ്ങളത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ബുക്കിൽ ഇതിങ്ങനെ എഴുതി നോക്കണം, എന്നാലേ നമുക്ക് കാര്യം കുറേയും കൂടെ വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം എന്ത് വന്നു, ഒരു 5x പ്രിൻ്റ് ചെയ്യപ്പെട്ടു, പിന്നെ 0 പ്രിൻ്റ് ചെയ്തു, ഒരു സ്പേസ് 10 × 0 എന്നാണ്, അതും 0, പിന്നെ ഒരു വര. പിന്നെന്ത് സംഭവിച്ചു, ഐ ഇപ്പം എത്രയായി, 1 ആയി, 1 ആകുമ്പോൾ 1ഉം 10 പിന്നെ എന്താ സംഭവിക്കുന്നത്, ഐ 1 ആയി, ഇവിടെ ഐ 1 ആയി, പിന്നെ എന്താണ്, പ്രിൻ്റ് ഐ 10 ആയി. പ്രിൻ്റ് ഐ 10 ആയി എന്ന് പറയുമ്പോൾ ഐ ഇപ്പോൾ 1 അല്ലേ, 1ഉം 10 × 1 എന്ന് പറഞ്ഞാൽ 10, 1ഉം 10ഉം പ്രിൻ്റ് ചെയ്തു. വണ്ണും 10ഉം പ്രിൻ്റ് ചെയ്തു. പിന്നെ എന്ത് പറ്റും, ഒരു വര ഇട്ടു. പിന്നെ എന്താ സംഭവിക്കുന്നത്, ഐ ഇപ്പം എത്രയായി, ഐ = i = i+1 ആയി. ഐ ഇപ്പം എത്രയായി, 2 ആയി. ഐ 2 ആയി കഴിഞ്ഞ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും അല്ലേ, ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഒന്നുകൂടെ കാണിക്കാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 2ഉം 20ഉം വരും. പിന്നെ എന്ത് വന്നു, പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു വര വരും. അത് കഴിഞ്ഞ് ഐ എത്രയായി, 3 ആയി. ഐ 3 ആകുമ്പോൾ ഇവിടെ എന്താണ് കണ്ടീഷൻ, നമ്മളെ ലോജിക്കൽ എക്സ്പ്രഷൻ അത് ഫാൾസ് ആണ്. ഐ 3യേക്കാളും കുറവല്ല, 3 ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ ഫാൾസ് എന്ന് വരും. എന്ന് പറയുമ്പം ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ഔട്ട്പുട്ട് എന്നുള്ളത്. ആദ്യത്തെ തവണ ലൂപ്പിൻ്റെ വെളിയിൽ XX വന്നു. പിന്നെ എന്ത് സംഭവിച്ചു, പ്രിൻ്റ് ഐ 10 ആയി എന്ന് പറയുമ്പം ഐ ഇപ്പോൾ 0 ആണ്, 0യും 10 × 0 എന്ന് പറഞ്ഞാൽ 0 വന്നു. പിന്നെ ഈ വര വന്നു. പിന്നെ ഐ എത്രയായി, 1 ആയി. 1 ആയി കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് വരില്ല, ഈ ലൂപ്പിൻ്റെ അകത്ത് തന്നെ പിന്നെ തിരിച്ച് മേലോട്ട് പോകും. മേലോട്ട് പോയിട്ട് ചെക്ക് ചെയ്തു ഐയുടെ വില എത്രയാണ്. ഐയുടെ വില എത്രയാണ്, 1 ആണ്, അത് 3യേക്കാളും കുറവാണ്. അപ്പം പിന്നെ എന്തായി, പ്രിൻ്റ് 1ഉം 10ഉം പ്രിൻ്റ് ചെയ്തു. പിന്നെ ഈ വര പ്രിൻ്റ് ചെയ്തു. പിന്നെ ഐ എത്രയായി, 2 ആയി. ഐ 2 ആയി കഴിയുമ്പോൾ പിന്നെ ഇവിടെ വരും, ഇവിടെ വന്ന് ചെക്ക് ചെയ്യും. 2 ലെസ് ദാൻ 3 ആണോ, ആണ്. അപ്പോൾ എന്ത് പ്രിൻ്റ് ചെയ്യപ്പെടും, 2ഉം
20 പ്രിൻ്റ് ചെയ്യപ്പെടും. അത് കഴിഞ്ഞ് ഒരു വര പ്രിൻ്റ് ചെയ്യും. പിന്നെ I എത്രയാവും? I3 ആവും. I3 ആയി കഴിഞ്ഞാൽ എന്താവും? I<3 എന്തായിരിക്കും? ഫോൾസ് ആണ്. അതുകൊണ്ട് ലൂപ്പിൽ നിന്ന് പുറത്തു വരും. അപ്പോൾ അതാണ് വൈൽ ലൂപ്പ്. പിന്നെ വൈൽ ലൂപ്പിൻ്റെ ഒരു ഡേഞ്ചർ കൂടെ പറയാം. ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ I=I+1 ചെയ്തില്ലെന്ന് വയ്ക്കുക. നമുക്കത് അങ്ങനെയും കൂടെ ചെയ്യാം. നമ്മൾ ഈ I=I+1 ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം I 0 ആണ്. 0 ആയിട്ട് പ്രിൻ്റ് 0യും പ്രിൻ്റ് ചെയ്യും. പിന്നെ ആ വര പ്രിൻ്റ് ചെയ്യും. പിന്നെ എന്താവും? I 0 തന്നെയാണ് അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള എററാണ് ഉള്ളത് ഇതിൽ. ഡേഞ്ചറസ് എറർ. എന്ത് സംഭവിക്കും പറയാമോ? ഞാൻ ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ സംഭവിക്കുന്ന ആദ്യം I 0 ആയി പ്രിൻ്റ് ചെയ്യും. പിന്നെ I എന്താണ്? 0യും 0 തന്നെയാണ്. അത് പ്രിൻ്റ് ചെയ്യും. ഒരിക്കലും എന്താവുന്നില്ല? ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വരത്തില്ല. നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ പോവാണ്. ഇത് കണ്ടോ, നിൽക്കത്തില്ല. ഇത് കണ്ടോ, കേണൽ ബിസി എന്ന് പറഞ്ഞ് വരും. നിൽക്കത്തേയില്ല. പ്രിൻ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യും. അതിനുള്ളൊരു എളുപ്പമാർഗ്ഗമുണ്ട് ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ. നമുക്ക് ഇൻറ്ററപ്റ്റ് ദ കേണൽ എന്നുണ്ട്. നമുക്ക് തൽക്കാലം അങ്ങ് നിർത്താം പരിപാടി. അങ്ങനെ അപ്പോൾ നിർത്തി. എത്രയാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഇത് അഥവാ ഒരു പേപ്പറിലെങ്ങാനും പ്രിൻ്റ് ചെയ്യാനാണ് കൊടുത്തതെങ്കിൽ കുറേ പേപ്പറുകൾ അങ്ങ് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എററിനെയാണ് ഇൻഫിനിറ്റ് ലൂപ്പ് എന്ന് പറയാൻ. ഇത് നമ്മൾ അബദ്ധവശാൽ ഉണ്ടാക്കിയതാണ്. ചില സമയത്ത് ഇങ്ങനെയുള്ള ആവശ്യമായിട്ടും വരും. ഇൻഫിനിറ്റ് ലൂപ്പ്. അപ്പോൾ അത് എപ്പോഴും വൈൽ ലൂപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഇൻക്രിമെൻ്റ് വേണം. അത് വേണേൽ സമ്മറി ആയിട്ട് ഞാനത് പറയാം. വൈൽ ലൂപ്പ് എന്താണ് ചെയ്യുന്നത്? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിക്കഴിഞ്ഞാൽ നമ്മളെന്താകും? നമ്മൾ ലൂപ്പിൽ നിന്ന് പുറത്തു വരും. അപ്പം ഈ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും I<5, I<100 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം തന്നെ Iക്കൊരു വാല്യൂ കൊടുക്കണം. പിന്നെ ഇവിടെ എന്തായാലും എപ്പോഴും എന്ത് വേണം? ഒരു ഇൻക്രിമെൻറ്റോ അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞ ഒരു അപ്ഡേറ്റ് ഓപ്പറേഷൻ വേണം. So that's all for today. Thank you very much.